ആ അഭിപ്രായം ആ വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും. പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാണ്. നരേന്ദ്രമോദി നടത്തുന്നത് ഫാസിസ്റ്റ് നയങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളുമായി പോകുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭരണത്തെക്കാൾ ഭീകരമാണ് ഇപ്പോഴത്തെ കാലം. കാരണം അത് നിങ്ങളൊന്ന് ചോദിക്കണം അദ്ദേഹത്തോട്. അടുത്തൊരു പ്രാവശ്യം ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ട് ഒരു വാചകം പറഞ്ഞിട്ട് ഒരാൾക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. CPM-നകത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ പിണറായി വിജയനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ട് എന്താണ് സംഭവിച്ചത് നമുക്ക് അനുഭവമുണ്ട്. അവർക്ക് അങ്ങനെ പറഞ്ഞവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളപ്പോൾ വടകരയിലെ കൂടെ ഒക്കെ നടന്നു പോയ അനുഭവമുണ്ട് നമുക്ക്. BJP-യിൽ ആ വഴിയിലൂടെ നടന്നു പോരാ, BJP-യിലാവണ്ട, BJP-യിലെ വഴിയിലൂടെ നടന്നു പോകുന്നവരാരെങ്കിലും മോഡിയുടെ വാക്കിനെ കൂടെ എന്തെങ്കിലും മോശം. ഞങ്ങളുടെ പാർട്ടി കുറച്ച് ജനാധിപത്യം കൂടുതലുള്ള പാർട്ടിയാണ്. അപ്പോൾ ജനാധിപത്യം കൂടുതലുള്ള പാർട്ടി ഞങ്ങളുടെ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളായിരുന്നു. മല്ലികാർജുന ഖാർഗെക്കെതിരായിട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത ബോഡിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെ പ്രധാന പദവിയിൽ ഇരുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പുറത്ത് പറയും. പക്ഷേ ആ അഭിപ്രായം ആ വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും. പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാണ്. നരേന്ദ്രമോദി നടത്തുന്നത് ഫാസിസ്റ്റ് നയങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികളുമായി പോകുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഭരണത്തെക്കാൾ ഭീകരമാണ് ഇപ്പോഴത്തെ കാലം. കാരണം പൗരാവകാശത്തെയും ജനാധിപത്യത്തെയും പോലും ഇതുപോലെ വിൽപ്പന ചരക്കാക്കുന്നൊരു കാലം ഉണ്ടായിട്ടില്ല, കശാപ്പ് ചെയ്യുന്ന കാലം ഉണ്ടായിട്ടില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ ഒരു കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ ശക്തമാണ്, കൃത്യമാണ്. പാർട്ടി ഒറ്റക്കെട്ടായി പോവല്ലേ? പാർട്ടിയിൽ എന്ത് പാർട്ടിയാണ്? പാർട്ടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അത്രേ ഉള്ളൂ. ശരി. അല്ല, BJP-ക്ക് അതിലെന്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല. വഖഫ് ബില്ല് ചർച്ച വന്ന കാലം നിങ്ങൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. വഖഫ് ബില്ല് പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത സമയം കിരൺ റിജ്ജു അന്ന് പറഞ്ഞ മറുപടി ഞങ്ങൾ ചോദിച്ചു. ഞാൻ അന്ന് പ്രസംഗിച്ചതാണ്, മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യം പാർലമെൻറ്റിൽ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ച ആളായിരുന്നു ഞാൻ. ഇവിടെ പ്രചരിപ്പിച്ചത് എന്താണ്? മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വഖഫ് ബില്ല് എന്നല്ലായിരുന്നു പ്രചരണം. മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലാകമാനം വഖഫ് ബില്ല് BJP കൊണ്ടുവന്നതല്ല പ്രചരണം. പക്ഷേ അവസാനം അയാൾ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു ഈ ബില്ല് കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയില്ല. ഇതെല്ലാം ഡ്രാമ, നാടകം. ഇപ്പോൾ ഞാൻ കേട്ടത് ക്രിസ്മസ് കാലത്ത് വീണ്ടും ഇപ്പം വിരുന്ന് നടത്താൻ പോകുമെന്നാണ് കേട്ടത്. കഴിഞ്ഞ വിരുന്നിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ കടന്നാക്രമിച്ചത്. അത് പല പേരിൽ വരും. ബജരംഗ് ദൾ എന്ന് പറയും, ചിലയിടത്ത് വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയും, ചിലയിടത്ത് RSS എന്ന് പറയും. പല പേരുകളിലായിരിക്കും വരുന്നത്. മധ്യപ്രദേശിൽ ആക്രമിച്ചു. ഒഡീസയിൽ അച്ഛൻ ഇപ്പോഴും ഉണ്ടല്ലോ, എറണാകുളത്ത് നിങ്ങൾക്ക് അറിയാലോ. അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ ഇപ്പോഴും പറ്റുമോ അച്ഛനെ? എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് രാജസ്ഥാനിൽ പാസ്റ്റർമാർക്കെതിരെ കേസെടുത്ത് ജയിലിലിട്ടത്, മതപരിവർത്തനമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഈ അജണ്ട ഇലക്ഷൻ ഓറിയൻറ്റഡ് അജണ്ടയാണെന്ന് മനസ്സിലാക്കാത്തവരാണോ കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ? കൃത്യമായിട്ട് മനസ്സിലാവും. ഇലക്ഷന് വേണ്ടിയിട്ട് അന്നേരം കേക്ക് കൊടുക്കും. കേക്ക് കൊടുക്കേണ്ടത് കൈകൊണ്ട് കൊടുക്കുന്ന കേക്കല്ല. നിങ്ങളുടെ മനസ്സിലാണ് ഇത്തിരി ഒരു സ്നേഹവും ദയയും സഹജീവികളോട് താല്പര്യം ഉണ്ടാവുന്നത്. അതിലൊരു സെക്യുലർ മനോഭാവം ഉണ്ടാവുന്നത് മനസ്സിൽ നിന്നാണ്. അത് അവർക്കില്ലല്ലോ.